നിങ്ങളുടെ ചിന്തകൾ വികാരങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ വികാരങ്ങൾ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്കായി രൂപപ്പെടുത്തുന്നു. ആർക്കു വേണ്ടിയും നിങ്ങളുടെ നിലവാരം താഴ്ത്താതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ സ്വയം സ്നേഹിക്കുക. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധാലുവാണെങ്കിൽ അവ യാഥാർത്ഥ്യമാകും. തടസ്സങ്ങൾക്ക് മുന്നിൽ തളരരുത്. ഏറ്റവും ലളിതമായ മതത്തിൻ്റെ രീതി എന്നാൽ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. സങ്കീർണമായ തത്വചിന്തയുടെ ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ബുദ്ധിയും നമ്മുടെ ഹൃദയവും ആണ് നമ്മുടെ ക്ഷേത്രം. ദയയാണ് തത്വശാസ്ത്രം. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മതി. 100 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്തായിരുന്നു എന്നത്, നിങ്ങൾ താമസിച്ചിരുന്ന വീടോ നിങ്ങളോട് ഒന്നും പ്രശ്നമല്ല. പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലോകം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. ആ കഥയുടെ ബാക്കി മാത്രമാണ് നമ്മൾ നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാനാവില്ല. പക്ഷേ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാവും. തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല. പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ്. എല്ലായ്പ്പോഴും എല്ലാ തെറ്റുകളും നിങ്ങളുടേത് മാത്രമാണെന്ന് തോന്നിപ്പിക്കുകയും തങ്ങൾ ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും എപ്പോഴും അകലം പാലിക്കുക. നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന അതേ പരിസ്ഥിതിയിൽ നിങ്ങൾക്ക് അവ പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വെക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നേക്കുമായി തീരുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദരോഗസാധ്യതയെ കുറയ്ക്കുന്നു. നമുക്ക് ഒരു ഉറച്ച ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസവും സ്വയം സമർപ്പണവും ഉണ്ടെങ്കിൽ വിജയം നമ്മുടെ കൈക്കുള്ളിൽ ആയിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയം ആകുമ്പോൾ അത് സംഭവിക്കും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിടത്തും നിന്ന് കാര്യങ്ങൾ എങ്ങനെ മാറി, നിങ്ങൾ എവിടെ അവസാനിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. കള്ളം പറഞ്ഞത് ഒരു തവണ തിരിച്ചറിഞ്ഞാൽ ആദ്യം പറഞ്ഞ സത്യങ്ങളൊക്കെയും കള്ളങ്ങളാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചു പോകും. അതാണ് മനസ്സ്. നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാകുന്നുവോ അത്രയും വേഗത്തിൽ അവൻ ചിന്തിക്കുന്നു. പക്ഷേ അവൻ എഴുതുന്നത് മന്ദഗതിയിലായിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയമാകുമ്പോൾ അത് സംഭവിക്കും. ഒരു സ്ത്രീ നിങ്ങളുമായി എപ്പോഴും വഴക്കിടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം
അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനും അസന്തുഷ്ടനാക്കാനോ കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്. നിങ്ങൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. സങ്കടങ്ങൾ മനസ്സിൽ നിറയുമ്പോഴും കണ്ണുകൾ തുളുമ്പാതെ പുഞ്ചിരി തൂകാൻ കഴിയുന്ന മനസ്സിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ല. നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ പുഞ്ചിരിക്കും കണ്ണീരിനും കാരണം അവരിൽ നിന്ന് തെളിയിക്കുകയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, കാരണം അവർ ക്ഷമ അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സമാധാനത്തിന് അർഹരായതുകൊണ്ടാണ്. പ്രവർത്തിക്കേണ്ടത് മറ്റൊരാളേക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല, ഇന്നലെ നിങ്ങൾ എന്തായിരുന്നു അതിലും മികച്ചതാകാൻ വേണ്ടിയാണ്. കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വഴികളിൽ നശിപ്പിക്കാൻ കഴിയും. ജാഗ്രതയോടെ പണം ഉപയോഗിക്കുക. മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നു, എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. നമ്മുടെ സ്വാർത്ഥതയ്ക്കായി ആരെയും നമ്മൾ തളച്ചിടരുത്. അവരെ അവരുടെ ഇഷ്ടത്തിന് വിടൂ. നമ്മുടേതെങ്കിൽ നമ്മളിൽ തന്നെ നിലനിൽക്കും, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അകന്നു പോകും. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. കൂടെയുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുക എന്നതാണ് ഇക്കാലത്ത് കിട്ടാവുന്നതിൽ വെച്ച് ബിഗ്ഗസ്റ്റ് അൾട്ടിമേറ്റ് ലക്ക്. സങ്കടത്തെ അത് ഇന്നത്തെ പ്രശ്നമല്ല, അത് ഇന്നലെയുടേതായിരുന്നു, അത് നാളത്തെ നാശമാവരുത്. സാവധാനത്തിൽ നടക്കുന്നവരേക്കാൾ കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും ഉള്ളവരാണ് വേഗത്തിൽ നടക്കുന്നവർ. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരാളുമായി കുറഞ്ഞത് 60 മിനിറ്റ് നേരം സംസാരിക്കുന്നത് നിങ്ങളെ സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കും. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. വിജയവും പരാജയവും ജീവിതത്തിലെ 2 സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയോ ചെയ്യരുത്. ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം അവളുടെ ചുണ്ടുകളേക്കാൾ കൂടുതൽ അവളുടെ വികാരങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയും. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്ന് നിൽക്കുക. ഓരോ പരിഹാരത്തിനുമവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര വിദ്യാസമ്പന്നനോ കഴിവുള്ളവനോ ധനികനോ സമ്പന്നനോ കുലീനനോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ആത്യന്തികമായി നിങ്ങൾ എന്ന വ്യക്തി. ആരെങ്കിലും ഒരുക്കിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ സുഹൃത്തിനെ സ്നേഹിക്കുന്നത് വളരെ എളുപ്പമാണ്, എന്നാൽ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാഠം ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ശത്രുവിനെയും സ്നേഹിക്കുക എന്നതാണ്. ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് അവളുടെ കൂട്ടുകാരനെയാണ്. കാര്യങ്ങൾ എളുപ്പമാകാൻ കാത്തിരിക്കരുത്. ജീവിതം എപ്പോഴും സങ്കീർണം ആയിരിക്കും. ഇപ്പോൾ സന്തോഷവാനായിരിക്കാൻ പഠിക്കുക, അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന സമയം വളരെ പരിമിതമായിരിക്കും. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ്. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു, എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു.
നമുക്കെല്ലാവർക്കും തുല്യ കഴിവുകളില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ തുല്യ അവസരമുണ്ട്. ജീവിതം ജീവിക്കാൻ ഉള്ളതാണ്, മറ്റുള്ളവരെ ദ്രോഹിച്ചല്ല, മറിച്ച് നന്മകൾ ചെയ്ത്. ഒരാളെയും ഇല്ലാതാക്കാൻ ആരും നമുക്ക് അധികാരം തന്നിട്ടില്ല. ഏറ്റവും ദുർഘടങ്ങളായ പ്രതിസന്ധികളിൽ പോലും ശാന്തമായി പ്രതികരിക്കാൻ നാം ശ്രമിക്കണം. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്.